റീവിസിറ്റിംഗ് ഒന്നുമില്ല. ആ കഥാപാത്രത്തുമായിട്ട് യാതൊരു സാമ്യമില്ല. വിസിറ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ വരണം. വരാതിരിക്കാനാണ് ഞാൻ സാധാരണ ശ്രമിക്കുന്നത്. അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനത്തെ ആ വന്നുപോയ കഥയിലെ കഥാ സന്ദർഭങ്ങളല്ല ഈ സിനിമ. അതാണ് അതിന്റെ വ്യത്യസ്തത. നമ്മുടെ ഈ പറഞ്ഞ പോലെ കഥാപാത്രവും പരിസരങ്ങളും തമ്മിൽ വ്യത്യാസമാകുമ്പോൾ കഥാപാത്രം ധന്യമാണ്. നമ്മൾ ഒരേ കഥ തന്നെ പല സ്ഥലത്തെടുക്കുമ്പോൾ പല കഥകളായിട്ട് മാറും. ഇപ്പോൾ കർണന്റെ കഥ എടുക്കാത്ത ഒരുപാട് സിനിമ, എല്ലാ പടത്തിലും കർണൻ ഒരുപോലെയല്ല. അപ്പോൾ കഥാപാത്രത്തിന്റെ കഥാപരിസരങ്ങൾ മാറുന്നുണ്ട്. അപ്പൊ കഥ മാറും, കഥാപാത്രം നമുക്ക് പറയണ്ടായി ദുബായ് ലോഞ്ചിൽ ഇതൊരു സാമ്പിള് മാത്രമാണെന്ന് പറഞ്ഞു. അപ്പം അല്ല, അതെ, ഇതൊരു സാമ്പിള് മാത്രമാണ്. അപ്പൊ യഥാർത്ഥ വെടിക്കെട്ട് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. അത് വെടിക്കെട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോ നമുക്ക് ടെർബോജൻസ് എങ്ങനെയാ? ട്രിപ്പിൾ സ്ട്രോങ് ആണോ? നമുക്ക് ടെർബോജൻസ് എങ്ങനെയാ? ട്രിപ്പിൾ സ്ട്രോങ് ആണോ? അങ്ങനെ നിങ്ങൾ സിനിമ കണ്ടിട്ട് മനസ്സിലായി ഇതെന്ത് സംഭവം വെച്ച് കഴിഞ്ഞാൽ ആ കഥയുടെ അല്ലെങ്കിൽ ആ സിനിമയുടെ സ്വഭാവത്തിനനുസരിച്ച് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരും പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് എഫേർട്ട് ചെയ്തിരിക്കുന്ന സിനിമയാണ്. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകാനും നിങ്ങൾ കാണുന്നുണ്ടാകാൻ തന്നെയാണ് അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടത്. നിങ്ങൾ കാണും. നമുക്ക് പടത്തിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും? ഇപ്പോ മുൻകൂട്ടി പറയുവാണെങ്കിൽ എനിക്കത് ചോദിക്കാമോന്ന് അറിയില്ല. ഞാൻ കേട്ടൊരു കാര്യമാണ്, ചോദിക്കാമോ? അങ്ങനെ വേണേ പറയാം. എന്നുവെച്ചാൽ ഒരു സ്കാമിനെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജും മുന്നറിയിപ്പും ഒക്കെ നമുക്ക് കിട്ടാം. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്കാമിന്. നമുക്ക് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ വൈശാഖ് സാർ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ട്രെയിലറിൽ നമ്മളൊരു റിഫൈൻഡ് ഷോട്ട് കാണുന്നുണ്ട് ടോപ്പ് വെച്ചിട്ട്. അത് ഇതുവരെ ഞാൻ മലയാളത്തില് അങ്ങനെ ഷോട്ട് കണ്ടിട്ടില്ല. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതിനെ പറ്റി ഒന്ന് അത് പല തവണ നമ്മളിങ്ങനെ പറഞ്ഞില്ല, എല്ലാവരും നന്നായി കഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ചോദിക്കുന്നുണ്ട്. അതെ, ഇപ്പോഴും വീണ്ടും വീണ്ടും ഓർമ്മിക്കാം. മലയാള ഫിലിമിലൂടെ കൊണ്ടു നോക്ക് അല്ലെങ്കിൽ കണ്ടു.